السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن سار على نهجهم وعلى الملائكة المقربين وعلى عباد الله الصالحين وعلينا معهم برحمتك يا أرحم الراحمين. أما بعد. പ്രിയമുള്ളവരെ, സക്കാത്ത് സംബന്ധമായുള്ള വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശമ്പളത്തിന്റെ സക്കാത്ത് സംബന്ധമായിട്ടൊക്കെയുള്ള ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു. കുറി, ഫണ്ട് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെ നിലപാടുകളും പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാധാരണഗതിയിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, പല കമ്പനികളിലും സർവീസ് പൈസ എന്ന രൂപത്തിൽ ഒരു പൈസ കിട്ടാനുണ്ട് ചിലർക്ക്. അതേപോലെ പ്രോവിഡന്റ് ഫണ്ടിൽ പൈസ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ചില ചോദ്യങ്ങൾ. അവിടെ നമ്മൾ പ്രോവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പ്രധാനമായും 3 രൂപത്തിൽ നടക്കുന്നതായിട്ട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, ജോലിക്കാരുടെ മാസാന്ത ശമ്പള വിഹിതത്തിൽ നിന്ന് നിശ്ചിത സംഖ്യ അത് നിർബന്ധപൂർവ്വം കമ്പനി അതിലേക്ക് നീക്കി വെക്കുന്നു. പിരിഞ്ഞു പോരുമ്പോഴോ മറ്റോ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആ രൂപത്തിൽ നമ്മുടെ ശമ്പളത്തിൻ്റെത് എന്ന നിലക്ക് നമുക്കത് ഉറപ്പായിട്ടും കിട്ടാനുള്ള പൈസ തന്നെയാണ്, അവകാശമുള്ളതും കിട്ടാനുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നീക്കി വെക്കപ്പെടുന്ന പൈസ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ ആയതു മുതൽ ഒരു കൊല്ലം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അടുത്ത മാസം പിന്നെയും കൂടും. അതെന്താവും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫണ്ടിലൊക്കെ പൈസ കൂടുന്നതിന്റെ ആ വ്യവസ്ഥ അനുസരിച്ച് അത് മനസ്സിലാക്കണം. എന്നാൽ ഈ പൈസയൊക്കെ കിട്ടുന്നതിന്റെ മുമ്പ് കൊടുത്തില്ലാച്ചിട്ട് കുറ്റം ഉണ്ടാവില്ല. കിട്ടിയ പിന്നെ കണക്കനുസരിച്ച് കൊടുക്കേണ്ടിയിരുന്നു മാത്രം. രണ്ടാമത്തെ രൂപം, ശമ്പളത്തിൽ നിന്നൊന്നും പിടിക്കാതെ കമ്പനി അടക്കുന്നൊരു വിഹിതം. കമ്പനി എന്ത് ചെയ്യുന്നു? ഈ തൊഴിലാളികളെ അതേപോലെ തന്നെ സ്റ്റാഫിനൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ഫണ്ടിൽ അടക്കുകയാണ് എല്ലാ മാസവും ഒരു നിശ്ചിത വിഹിതം എന്ന രൂപം. ആ രൂപത്തെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അല്ലാതെ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റൂല. കാരണം കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാരനെ ചിലപ്പോൾ എന്താവും, ഇടക്കാലത്തൊക്കെ വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യാൻ അവർക്ക് അവകാശം ഉണ്ടാവും. കോടതി പോയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടൂല എന്ന ന്യായം പറഞ്ഞിട്ട് കാര്യമല്ല. കോടതിയിലൂടെ സ്ഥാപിക്കപ്പെടുന്നതൊക്കെ ഒന്നും ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ അത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടണമെന്ന് ഉറപ്പുള്ളൊരു സംഭവം അല്ലാത്തതിനാൽ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതല്ലാത്ത കമ്പനിയുടെ വിഹിതത്തിൽ നിന്ന് മാത്രം നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരിക്കലും തന്നെ അത് കയ്യിൽ കിട്ടാതെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് കയ്യിൽ കിട്ടിയിട്ട് ഒരു വർഷം നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിലാണ് അവിടെ സക്കാത്ത് വരുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ രൂപം, ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം കമ്പനിയുടെ വകയും ഒരു വിഹിതം, ഇങ്ങനെ രണ്ടും കൂടെ ചേർത്തും സമന്വയിപ്പിച്ചും കൊണ്ടുള്ള ഒരു രീതിയാണ് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ശമ്പളത്തിന്റെ വിഹിതത്തിൽ നിന്ന് സക്കാത്ത് നിർബന്ധമാവുകയും മറ്റേത് നേരത്തെ കമ്പനിയിൽ നിന്നുള്ളത് പറഞ്ഞ പോലെ കൈ കിട്ടിയാൽ മാത്രം നമുക്ക് കടമയായി വരുന്നതുമാണ്. അപ്പോ 5000 രൂപ കമ്പനിയുടേതും 5000 രൂപ നമ്മുടേതും എന്ന നിലക്ക് ഫണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ 5000 അങ്ങോട്ട് തുടങ്ങിയിട്ട് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ ആയതു മുതൽ ഒരു വർഷം തികഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകും. കമ്പനിയുടേത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ, ചെലവാകാതെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ 2.5% കൊല്ലം തികയുമ്പോൾ കൊടുക്കേണ്ടി വരും. ഇതാണ് അതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുള്ളത്. ഇനി ഞാൻ കച്ചവടത്തിന്റെ സക്കാത്തിലേക്ക് നമ്മൾ വന്നാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുക്കാൻ നിർബന്ധിതമായിട്ടുള്ള കടമ വരുന്ന സംഗതി പലപ്പോഴും ഈ കച്ചവടത്തിന്റെ സക്കാത്താണ്. കച്ചവടത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം വില കൊടുത്തുകൊണ്ട് പ്രതിഫലത്തിന് പകരമായി ഉടമപ്പെടുത്തുകയും കച്ചവടത്തിനാണെന്ന കരുത്തോടുകൂടെ അത് നിർവഹിക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമികമായി കച്ചവടം എന്ന് പറയുന്ന സംഗതി. അപ്പൊ ആ കച്ചവടത്തിന് ആ അർത്ഥത്തിൽ വരുമ്പോൾ അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ കച്ചവടത്തിന് എങ്ങനെയാ സക്കാത്ത്? സാധാരണ നമ്മൾ സ്വർണം വെള്ളി ആയാലും ശരി, കറൻസി ആയാലും ശരി, മറ്റുള്ള ആടുമാടോട്ടങ്ങളായാലും ശരി, അതുപോലെ തന്നെ ഈത്തപ്പഴം മുന്തിരിയൊക്കെ ആയാലും ശരി, അതിന്റെ ആരംഭത്തിൽ തന്നെ എന്തു വരുന്ന സക്കാത്ത് വരുന്ന ഒരു രൂപം നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ കച്ചവടത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, അതില് തുടക്കത്തിൽ എന്തുണ്ടാവണമെന്നില്ല, നിസാബ് ഉണ്ടാവണമെന്നില്ല.
എന്ന് പറഞ്ഞാൽ ഒരാൾ വെറും 1000 രൂപ കൊണ്ട് ഒരു കച്ചവടം തുടങ്ങിയതാണ്. ആ കച്ചവടം ഡെവലപ്പായിട്ട് ഒരു വർഷം തികയുന്ന സമയത്ത് എന്തായി, 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള വിലയുടെ തോതിനോടൊക്കുന്ന സാധനങ്ങൾ ആ കടയിലുണ്ടായാൽ അപ്പൊ അവന് സക്കാത്ത് നിർബന്ധമാകും. തുടക്കത്തിൽ 1000 രൂപയുടെ അല്ലേ ഉണ്ടായുള്ളൂ എന്ന ആ സംശയത്തിന് അർത്ഥമല്ല എന്നർത്ഥം. കാരണം കച്ചവടത്തിന്റെ സക്കാത്തിൽ കൊല്ലം തികയുന്ന സമയത്ത് മാത്രമേ നിസാബ് ഉണ്ടാകേണ്ടതുള്ളൂ എന്നാണ് അതിന്റെ വ്യവസ്ഥ. അപ്പൊ ഈ നിലക്ക് കച്ചവടം തുടങ്ങിയാൽ, ഏത് കച്ചവടം നമ്മൾ തുടങ്ങുമ്പോഴും കച്ചവടം തുടങ്ങുന്നത് അറബി മാസത്തിന്റെ കണക്കനുസരിച്ച് കണക്ക് കൂട്ടുകയും ഒരു വർഷം തികയുന്ന സമയത്ത് ആ കടയിലുള്ള വിൽപ്പന ചരക്കുകളെ സ്റ്റോക്ക് എടുപ്പ് നടത്തുകയും ചെയ്യണം. കടയിലുള്ള വിൽപ്പന ചരക്കുകളുടെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം. എന്നിട്ട് വിൽപ്പന ചരക്കുകളുടെ സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ട് എത്ര വില ഉണ്ട്, സാധാരണഗതിയിൽ വിൽക്കുന്നതിന്റെ ഒരു വില ഉണ്ടാവും, ആ വിലയെ കണക്കൂട്ടുണ്ട്. ചിലപ്പോ നമ്മൾ കടയിൽ ഒരാള് സാധനത്തിന് വരുന്ന സമയത്ത് ആദ്യം ചെയ്യും 10 കിട്ടാൻ വേണ്ടിയിട്ട് 25 പറയും. അദ്ദേഹം ബാർഗെയിൻ ചെയ്തത് 10ലേക്ക് എത്തിക്കും. 10 കിട്ടിയാൽ കൊടുക്കാന്നുള്ളത് നമ്മളെ നിലപാടിലും ഉണ്ട്. എങ്കിൽ എന്തായാലും നമ്മളത് വിൽക്കുന്ന വിലയാണ് ഉദ്ദേശിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ ഈ 10 എന്ത് ചെയ്യേണ്ടത്, കണക്കൂട്ടേണ്ടത്. മനസ്സിലായേ? ചിലപ്പോ ചില ആളുകൾക്ക് നമ്മൾ 9 നിർബന്ധിതമായി കൊടുക്കേണ്ടി വന്നേക്കാം. അതേസമയത്ത് വല്ലാതെ ബാർഗെയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 12 തന്നേക്കാം. അതുകൊണ്ട് പരമാവധി ഈ സാധനം നമ്മൾ വിൽപ്പന നടത്തുന്നതിന്റെ ഒരു അവസാന വില ഉണ്ടാവുമല്ലോ, ആ വിലയാണ് എന്ത് ചെയ്യേണ്ടത്, വിഷയത്തിൽ കണക്ക് കൂട്ടേണ്ടത്. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എത്ര രൂപ ഉണ്ട്. അപ്പൊ ഒരു കച്ചവടം തുടങ്ങിയ ഒരാള് ഒരു ചെരുപ്പ് കട തുടങ്ങിയെന്ന് കൂട്ടിക്കോളൂ. ആ ചെരുപ്പ് കട തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന സമയത്ത് ചാന്ദ്രിക മാസത്തിന്റെ കണക്കനുസരിച്ച് ഒരു വർഷം തികയുമ്പോൾ ആ തികയണ അന്ന് കടയിലുള്ള വിൽപ്പന നടത്താനുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ ആ കടയിലെ കച്ചവടത്തിന്റേതായിട്ട് നമ്മുടെ കയ്യിലുള്ള പണം, അതിന്റെ ചിലപ്പോ കുറച്ച് കടം പോയിട്ടുണ്ടാവും, ആ കടം പോയതൊക്കെ അതിലേക്ക് കൂട്ടണം എന്നാണ് നിയമം. അതൊക്കെ കൂട്ടിയിട്ട് ആകെ ഉള്ളതിന്റെ 2.5%. അപ്പൊ ഒരു 20,000 രൂപ കൊണ്ടാണ് ഒരു ചെരുപ്പ് കട തുടങ്ങിയത്. ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോ മൊത്തത്തിൽ സ്റ്റോക്കെടുപ്പ് നടത്തിയപ്പോ 1,00,000 രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, 1,00,000ന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. ഇതാണ് അതിന്റെ ആ കച്ചവട സാധനത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനം നമ്മൾ പകരം വിലക്ക് ഉടമയാക്കിയിട്ടുള്ളതുമായ സാധനം കച്ചവട ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നതാണ് കച്ചവടം എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പൊ സക്കാത്ത് നിർബന്ധമാവുക. അപ്പൊ ഒരാള് എന്ത് ചെയ്യുന്നു, അദ്ദേഹം കടലിൽ പോയി മീൻ പിടിക്കുന്നു. അദ്ദേഹം സ്വന്തം കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ആ മീൻ വിൽപ്പന നടത്തുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മീൻ കച്ചവടക്കാരെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പ്രതിഫലം കൊടുത്തുകൊണ്ട് ചരക്കുടമയാക്കുക എന്നത് പാലിക്കാത്തതിനാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കച്ചവടത്തിൽ സക്കാത്ത് വരില്ല. അതേസമയത്ത് ആ മീൻകാരനിൽ നിന്ന് മറ്റൊരു കച്ചവടക്കാരൻ മീൻ എന്ത് ചെയ്യുന്നു, വിലക്ക് വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അദ്ദേഹം കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു വർഷം തികയുന്ന സമയത്ത് അതിന്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നീക്കിയപ്പും സംഗതികളും ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കൽ കടമയായിട്ട് വരികയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഈ കച്ചവടങ്ങളിലൊക്കെ ഇന്ന് 2 രൂപത്തിലുള്ള അവസ്ഥകൾ നടക്കുന്നുണ്ട്. നമ്മൾ പണം കൊടുത്ത് ചരക്ക് വാങ്ങി കച്ചവടം നടത്തുകയും ലാഭം കിട്ടിയത് നമ്മൾ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇനി ചില കമ്പനികൾ സാധനങ്ങൾ എന്ത് ചെയ്യും, കടയിലേക്ക് ഇറക്കി കൊടുക്കും. അങ്ങനെ ഇറക്കി കൊടുത്തിട്ട് വിറ്റുപോയാൽ അതിന് ഇത്ര ശതമാനം കമ്മീഷൻ തരും. വിൽപ്പന നടന്നില്ലെങ്കിലോ ആ ചരക്ക് അവർ തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സാധനങ്ങൾക്ക് ഈ കടക്കാരൻ വാസ്തവത്തിൽ ഒരു കൂലിക്കാരൻ മാത്രമാണ്, കച്ചവടക്കാരനല്ല. അതുകൊണ്ട് തന്നെ ആ സാധനത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആ കമ്പനിയാണ്. മനസ്സിലായില്ലേ? ആ കമ്പനിയുടെ ഉടമസ്ഥനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലാതെ ഈ കച്ചവടക്കാരനല്ല. അല്ലെ? ചില സാധനങ്ങൾ അങ്ങനെ ഉണ്ടാവും. ആ നിലക്കുള്ള അപ്പൊ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ എന്നിട്ട് വിൽപ്പന നടത്തി ലാഭം കിട്ടിയ ഒക്കെ നമ്മക്കാണ്, നഷ്ടം വന്ന ഒക്കെ നമ്മക്കാണ്. മറ്റതങ്ങനെയല്ല, കമ്പനിക്കാണൊക്കെ. നമുക്ക് വിറ്റ് പോയെങ്കിൽ അതിന്റെ നിശ്ചയ ശതമാനം എന്ത് കിട്ടും, കമ്മീഷൻ കിട്ടുമെന്ന് മാത്രമാണെങ്കിൽ. അപ്പൊ ചില കടകളിൽ ആ 2 സൈസ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്താ വേണ്ടേ, അവര് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വിൽപ്പന നടത്തിയിട്ട് ലാഭമോ നഷ്ടമൊക്കെ അവര് സ്വന്തം വഹിക്കേണ്ടത്, അത് വേറെ കണക്കൂട്ടണം. അതേസമയത്ത് കമ്മീഷൻ വ്യവസ്ഥയിൽ കടയിൽ വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യേണ്ടതില്ല, അത് അവർ ഈ സക്കാത്തിന്റെ കണക്കിൽ പരിഗണിക്കേണ്ടതുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനോട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സാധാരണഗതിയിൽ പല കച്ചവടക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ കടയിൽ സംഗതി 5 ലക്ഷം റുപ്യയുടെ സാധനം ഉണ്ട്. പക്ഷെ 5 ലക്ഷം റുപ്യയുടെ സാധനം ഉണ്ടെങ്കിലും
അതിലെ 4 ലക്ഷം കടാണ് ഉസ്താദെ, പൈസ കൊടുത്തിട്ടില്ല എന്നാണ് ചിലര് പറയാം. അവിടെ നമുക്ക് പറയാനുള്ളത് ഫുഖഹാ രേഖപ്പെടുത്തിയത് കടം ഉണ്ട് എന്നത് ധനത്തിന്റെ സക്കാത്തിന് തടസ്സമല്ല. ശരി, ധനം ഉണ്ടായോണ്ടാണല്ലോ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അതിന് കടം ഉണ്ടെങ്കിൽ അത് വേറെ വിഷയം. കടങ്ങളിൽ ഒരു കൊല്ലാടിന്റെ മുമ്പ് സാധനങ്ങൾ വിറ്റിട്ട് കടം വീട്ടി കൂടെയെന്നോ, എന്നാ സക്കാത്ത് കൊടുക്കേണ്ടിന്നോ? അപ്പൊ ഒരു വർഷം നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടായാൽ നമ്മൾക്ക് ധനം ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം എന്നാണ് സക്കാത്തിന്റെ നിയമം. മനസ്സിലായോ? അതേ സമയത്ത് കടണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കടലുള്ള ആൾ എന്നുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾക്കും സക്കാത്ത് വാങ്ങാൻ അർഹത ഉണ്ടാവും, വേറെ സക്കാത്ത് കൊടുക്കുന്ന ആളേക്കെന്ന് എന്നേ ഉള്ളൂ. പക്ഷെ സക്കാത്ത് നിന്ന് എന്തൊഴിവാകൂല, അതൊഴിവാകൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമി കച്ചവടം, വണ്ടി കച്ചവടം, ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ കച്ചവടം ഉദ്ദേശിച്ചിട്ട് സാധനം വാങ്ങുകയും പിന്നെ വില കൊടുക്കുകയൊക്കെ ചെയ്ത് വാങ്ങുന്ന ആളുകൾ, ആ കച്ചവടം അങ്ങനെ തന്നെ ഒരു വർഷം തുടർന്ന് നടക്കുന്നുണ്ടെങ്കിൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കൊല്ലം തികയുടെ സമയത്ത് കണക്കൂട്ടിയിട്ടുള്ള സാധനത്തിന്റെ വില നിശ്ചയിച്ചുകൊണ്ട് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതേ സമയത്ത് ഒരാൾ ഒരു വാടക സ്റ്റോർ നടത്തുന്നു, ചെമ്പും പ്ലേറ്റും പാത്രങ്ങളും അതൊക്കെ അയാൾ വാടക കൊടുക്കുന്നു. അവിടെ വാടക സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അതിന് സക്കാത്ത് ഉണ്ടാവില്ല. കാരണം എന്താ, അയാൾ ആ സാധനമാണ് വിലക്ക് വാങ്ങിയത്. ഇവിടെ ആൾ വിൽപ്പന നടത്തുന്നത് ആ സാധനമല്ല, മറിച്ച് ചെമ്പ് വിൽപ്പന നടത്തുന്നവന് കച്ചവടത്തിന് സക്കാത്ത് ഉണ്ടാവും. ചെമ്പ് വാങ്ങിയിട്ട് അത് വാടക കൊടുക്കണോൻ, ആ വാടക കൊടുക്കണോൻ എന്തുണ്ടാവില്ല, വാടക ഉപകാരത്തെയാണ് ആൾ വിൽക്കുന്നത് എന്നതുകൊണ്ട് അയാൾക്ക് സക്കാത്ത് ഉണ്ടാവില്ല, സാധനമല്ലല്ലോ വിൽക്കുന്നത്. അതേ സമയത്ത് ഒരാൾ എന്താണ് വിലക്ക് വാങ്ങുന്നത്, അതിന്റെ ഉപകാരത്തെയാണ് വിലക്ക് വാങ്ങുന്നത്. എന്നാലോ എന്നിട്ട് ആ ഉപകാരത്തെ അയാൾ വിൽപ്പന നടത്തിയാൽ അവിടെ എന്താവും, സക്കാത്ത് നിർബന്ധമാവുകയും ചെയ്യും. ഉദാഹരണം, ഒരാളുടെ മറ്റൊരാളിൽ നിന്ന് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ വാടകയാണ് അയാൾ എന്ത് ചെയ്യണത്, വിലക്കെടുക്കുന്നത്. എന്നിട്ട് ആ വാടക അയാൾ എന്ത് ചെയ്യുന്നു, പിന്നെ ബിൽഡിങ്ങിന്റെ വാടകക്ക് അയാള് ഉപകാരം വിലക്കെടുത്ത അയാൾ ആ ഉപകാരം മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ബിൽഡിംഗ് ഞാൻ ഒരാളെടുത്തുനിന്ന് വാടക എടുത്തിട്ട് എന്നിട്ട് ഈ ബിൽഡിംഗ് ഞാൻ വേറെ ആളുകൾക്ക് വാടക കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഉപകാരമാണ് വിലക്ക് വാങ്ങുന്നത്. എന്നിട്ട് അതേ ഉപകാരം തന്നെ ഞാൻ മറിച്ചു വിൽക്കുമ്പോൾ അവിടെ എന്ത് വരും, സക്കാത്ത് വരും. ഒരു വർഷം തികയുമ്പോൾ ആ ബിൽഡിങ്ങിന് കിട്ടുന്ന വാടകയുടെ കണക്കൂട്ടിയിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ കച്ചവട സക്കാത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു നമുക്കെല്ലാം നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.